അനുരാധ, വെൽക്കം ബാക്ക് ടു നന്ദൂട്ടീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന 2 റവ കൊണ്ടുള്ള സ്നാക്സ് ആണ്. ആദ്യത്തേത് ബസ്ബൂസ. ഇതൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് ആണ്. നമ്മുടെ ഇവിടുത്തെ റവ കേക്കിന് ഏകദേശം സിമിലർ ആണിത്. രണ്ടാമത്തേത് റവ ബോൾസ് ആണ്. ഇത് ഈസി ആയിട്ട് 4 മണി പലഹാരം വൈകിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രൈഡ് റവ ബോൾസ്. ഫ്രൈഡ് റവ ബോൾസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതെ കാണണം. ഇനി നമുക്ക് ബസ്ബൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ബസ്ബൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചാരയാണ്. പിന്നെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരവിയത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. പിന്നെ ഇത് ഓപ്ഷണലാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇത് ചെറിയൊരു ഫ്ലേവറും ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഇതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മുട്ട, പിന്നെ 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, പിന്നെ 1 കപ്പ് നെയ്യ് വേണം. പിന്നെ മുട്ടേന്റെ സ്മെല്ല് മാറാൻ വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട ഒഴിവാക്കാൻ വേണമെങ്കിൽ എഗ്ലെസ് ആയിട്ട് ഉണ്ടാക്കാം. എങ്കിൽ വാനില എസൻസ് ചേർക്കണ്ട. അടുത്ത നമുക്ക് ബസ്ബൂസന്റെ ഷുഗർ സിറപ്പിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം, പിന്നെ 1 പിഞ്ച് സാഫ്രൺ ഓപ്ഷണലാണ്, പിന്നെ 1/2 ടീസ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റോസ് വാട്ടറിന് പകരം നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ എൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് ബദാം. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് റവയിലോട്ട് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പം റോസ്റ്റഡ് റവയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇതിലോട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. പൊടിച്ച പഞ്ചാര, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 1 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പം ഞാൻ ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ മുട്ട നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1/3 കപ്പ് സൺഫ്ലവർ ഓയിലും 1 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ച് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ലംസ് ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പൊ ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇപ്പൊ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തേക്കുന്നത്. അത് എണ്ണ കൊണ്ട് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ റവ ഒന്ന് തൂക്കി കൊടുക്കാം. ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് 1 റിങ് ഇറക്കി വെച്ചിട്ട് അതിന്റെ മേളിൽ ട്രേ ഇത് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൽ ട്രേ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ വേണം പ്രീഹീറ്റ് ചെയ്യാൻ. എന്നിട്ട് അതിലോട്ട് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതിപ്പം ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റഡ് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇത് നേരത്തെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് വേണം ഇത് ബേക്ക് ചെയ്യാൻ വെക്കാൻ. അപ്പൊ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളത്തിലോട്ട്
തിളച്ച വെള്ളത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഡിസോൾവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഷുഗർ നല്ലോണം ഡിസോൾവ് ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സാഫ്രൺ ചേർത്ത് കൊടുക്കാം. സാഫ്രൺ ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടി മാത്രമാണ് സാഫ്രൺ ചേർക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബോയിൽ ആയി കഴിഞ്ഞ് ഇതിലോട്ട് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് സ്കിൻ എളുപ്പത്തിൽ പീലായി കിട്ടാൻ വേണ്ടിയാണ് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പൊ ഈ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ചൂടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നല്ല ചൂടുള്ള സിറപ്പ് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഇപ്പൊ ഇതിന്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മളിത് 2 മണിക്കൂർ സെറ്റ് ആവാൻ വെക്കണം. ബാക്കിയുള്ള ഷുഗർ സിറപ്പ് സെർവ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ബസ്ബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ആൽമണ്ട്സ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് വയ്ക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാൻ. ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ.